ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും തിരുമുഖത്തേക്ക് നോക്കുവാൻ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, തിരുവചനം പഠിപ്പാൻ ഞങ്ങൾക്കൊരവസരം കൂടെ തന്നല്ലോ. ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കർത്താവെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ ഗ്രഹിക്കുന്ന കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നതും ഒരു പുനഃസമർപ്പണത്തിലേക്ക് നയിക്കുന്നതുമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അടിയനെ ബലപ്പെടുത്തണം, കൂടുതലായി ഉപയോഗിക്കണം. മഹത്വം തിരുവേനി മാത്രം എടുക്കണം. ചേർന്ന് വരുവാനുള്ളവരെയും കൂട്ടി വരുത്തിക്കാട്ട് സകല കൃപകളാലും നിറയ്ക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്പോസ്തലനായ പൗലോസ് തന്റെ ഇഹലോക ജീവിതം അവസാനിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ താന് അടുത്ത വിചാരണയുടെ നേരിട്ട് ശിരച്ഛേദം ചെയ്യപ്പെടുമെന്ന് ഏകദേശം തീർച്ചയായ സമയത്ത് വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്തിയോസിന് എഴുതിയ ലേഖനം, അവസാന കത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 4-ാമത്തെ അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തീമത്തിയോസിന് കൊടുക്കുന്ന രണ്ട് പ്രധാന കൽപ്പനകളെ കുറിച്ച്, രണ്ട് പ്രധാന ചുമതലകളെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ആദ്യത്തെ ചുമതല വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം വിശദമായിട്ട് ചിന്തിച്ചു. ഈ ആഴ്ച രണ്ടാമത്തെ കൽപ്പനയെ കുറിച്ച്, ഫുൾഫിൽ യുവർ മിനിസ്ട്രി, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക, സുവിശേഷന്റെ വേല ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. 5-ാമത്തെ വാക്യം, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അപ്പൊ രണ്ടാമത്തെ കൽപ്പനയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു, അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതം ഉടനടി അവസാനിക്കും എന്നുള്ളത് കൊണ്ട് അല്ല ഇത് പ്രധാനമായിട്ടും പറയുന്നത്. ഇത് പ്രധാനമായിട്ടും പറയുന്നത് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. അന്ന് തീമത്തിയോസേ, നീ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. നിൽക്കുമ്പോൾ നിന്റെ ചുമതലയിൽ ഏൽപ്പിച്ച ആത്മാക്കളുടെ കണക്ക്, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ കണക്ക് നീ അവന്റെ മുമ്പാകെ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. അതായത് താൻ ഇവിടെ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ ആരെങ്കിലും ഈ വേല ചെയ്തേ മതിയാകൂ, അത് തീമത്തിയോസ് ചെയ്യണം. ചെയ്യുമ്പോൾ ഞാൻ പോകുന്നതുകൊണ്ട് നീ ഇതൊക്കെ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ അല്ല. കർത്താവ് വീണ്ടും വരും. പ്രിയമുള്ളവരെ, നമ്മുടെ മോട്ടിവേഷൻ, നാം എപ്പോഴും ആ ചിന്തയോടുകൂടെ വേണം പ്രവർത്തിക്കാനായിട്ട്. കർത്താവ് വീണ്ടും വരുന്നു, അവൻ എത്രയും വേഗം വരും. അവന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടതാണ്. എന്നെ ഏൽപ്പിച്ച താലന്തുകളുടെ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ കണക്ക് ഞാൻ ബോധിപ്പിക്കേണ്ടതാണ് എന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടെ ചെയ്യണം. ആ അർത്ഥത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നീ വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. രണ്ടാമതായിട്ട്, നീ സകലത്തിലും നിർമ്മതനായിരിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. കീപ് യുവർ ഹെഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും പ്രശ്നങ്ങള് പ്രതികൂലങ്ങളൊക്കെ വരും. ആ സമയത്തൊന്നും നിന്റെ തല താണു പോകുവാൻ ഇടയാകരുത്. തല നിവർത്തി പിടിക്കാനായിട്ട് കീപ് യുവർ ഹെഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ് എന്നാണ് പറയുന്നത്. എല്ലാ സാഹചര്യത്തിലും, എല്ലാ പ്രതിസന്ധിയുടെ നടുക്കും നീ വളരെ ശുഷ്കാന്തിയോട്, വളരെ ധൈര്യത്തോടെ, പ്രത്യാശയോടെ നിന്റെ വേല ചെയ്യണം എന്ന് പറയുന്നു. ഇനിയും എന്താണ് നിറപടിയായിട്ടുള്ള ശുശ്രൂഷ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. എന്താണ് നിറപടിയായിട്ടുള്ള ശുശ്രൂഷ?
അത് ഇംഗ്ലീഷില് ആ വാക്യം ഇങ്ങനെയാണ്: But you keep your head in all situations, endure hardship, do the work of an evangelist, discharge all the duties of your ministry. Discharge all the duties of your ministry. നിന്റെ ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളും നീ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഒന്നാമത് പറയുന്നു, നീ ഒരു സുവിശേഷന്റെ വേല ചെയ്യുക. നീ ഒരു സുവിശേഷന്റെ വേല ചെയ്യുക. പിന്നെ പറയുന്നു, കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ പല പ്രാവശ്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞല്ലോ, ഏത് പ്രതിസന്ധിയുടെ നടുക്കും വളരെ ഒരു ക്ലിയർ മൈൻഡോടുകൂടെ, വ്യക്തതയോടുകൂടെ നീ ആയിരിക്കണം. എന്നിട്ട് പറയുന്നു, കഷ്ടം സഹിക്കുക. 2 തീമോഥെയോസ് 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി. പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്, ഒരു ശുശ്രൂഷകൻ, ഒരു സുവിശേഷകൻ മാത്രമല്ല, അവനൊരു പടയാളി കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടത്തിന്റെ മുഖത്താണ്. എൻഡ്യൂർ ഹാർഡ്ഷിപ്പ്, കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് 3-ാം അധ്യായത്തിലും താൻ ഓർപ്പിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 11-ഉം 12-ഉം വാക്യങ്ങളെ വായിച്ചാൽ പൗലോസ് പറയുന്നു, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നിട്ട് പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. പൗലോസ് ഒരു സുവിശേഷന്റെ വേല ചെയ്തതുകൊണ്ട്, ഒരു മിഷണറിയുടെ പ്രവർത്തനം ചെയ്തതുകൊണ്ട് പൗലോസിന് നേരിടേണ്ടി വന്ന കഷ്ടതകളെ കുറിച്ച് ചുരുക്കമായി വിവരിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. അതിൽ തന്നെ ചില കഷ്ടതകൾ പ്രധാനമായിട്ട് എടുത്തു പറയുന്നു. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും. പൗലോസിന്റെ 1-ാമത്തെ മിഷണറി യാത്ര, അന്നാണ് തീമോഥെയോസ് പൗലോസിനെ കാണുന്നത്. ആ 1-ാമത്തെ മിഷണറി യാത്രയിലായിരിക്കാം തീമോഥെയോസ് വിശ്വാസമുള്ള സ്ത്രീയുടെ മകനായിരുന്നെങ്കിലും യഥാർത്ഥമായി വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് വേലയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് 2-ാമത്തെ മിഷണറി യാത്രയോട്ടായിരിക്കും കൂടെ കൂട്ടിയത്. പക്ഷെ 1-ാമത്തെ മിഷണറി യാത്രയിൽ ലുസ്ത്രയിൽ വെച്ചാണ് തീമോഥെയോസിനെ കണ്ടുമുട്ടുന്നത്. അതിൽ തന്നെ 1-ാമത്തെ മിഷണറി യാത്രയിൽ ആദ്യം ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 13:50 മുതൽ 52 വരെയുള്ള വാക്യം. 1-ാമത്തെ മിഷണറി യാത്രയിൽ ആദ്യം ചെല്ലുന്നത് പിസിദ്ധ്യയിലെ അന്ത്യോക്യയിൽ, സുറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് താൻ യാത്ര ആരംഭിച്ചു. എന്നാൽ താൻ ചെല്ലുന്നത് അതായത് സൈപ്രസിലൊക്കെ, പാഫോസിലും ഒക്കെ പോയ ശേഷം പിന്നീട് പിസിദ്ധ്യയിലെ അന്ത്യോക്യയിൽ ചെല്ലുന്നു. അത് 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്ധ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ എത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ഇരുന്നു അവിടെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവര് പൗലോസിനോട് ആവശ്യപ്പെടുന്നു, ഇനിയും അടുത്ത ശബത്തിലും 42-ാമത്തെ വാക്യം 13:42, അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. അപ്പൊ ആദ്യത്തെ കൂടിവരവിൽ അവർക്ക് നല്ലൊരു വെൽക്കം കിട്ടി. പലരും അവരെ അനുഗമിച്ചു. അവരോട് പറഞ്ഞു, അടുത്ത ശബത്തിലും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. 44-ാമത്തെ വാക്യം, എന്നാൽ യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ചെയ്തത് 50-ാമത്തെ വാക്യം, യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. അപ്പൊ ലുസ്ത്രയില് നല്ലൊരു മിനിസ്ട്രി ഒക്കെ നടന്ന, പക്ഷെ വലിയൊരു ഉപദ്രവം ഉണ്ടായി. അവിടെ നിന്ന് പെട്ടെന്ന് ഇക്കോന്യയിലേക്ക് പോയി. ഇക്കോന്യയിൽ ചെന്നപ്പം
അവിടെയും യഹൂദന്മാർ 5-ാമത്തെ വാക്യം 4 തൊട്ട്, എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടെ ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലുസ്ത്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്ക് പോയി. അപ്പോ പിസിദ്ധ്യയിലെ അന്ത്യോക്യയിലും ഇക്കോന്യയിലും അവർ യഹൂദന്മാരുടെ ഇടയിൽ ആ ശുശ്രൂഷ. എന്നാൽ പിന്നീട് ലൈക്കോണിയൻ സിറ്റീസ്, ലുക്കവോന്യ പട്ടണങ്ങളില് ലുസ്ത്രയിലും ദർബയിലും പോയി. ലുസ്ത്രയിൽ വെച്ചാണ് മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നത്. മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ അവിടെയും നല്ല വേലകൾ നന്നായിട്ട് പ്രവർത്തിച്ചു. എന്നാൽ 19-ാമത്തെ വാക്യം, 14-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു. പിറ്റന്നാൾ ബർന്നബാസിനോട് കൂടെ ദർബയ്ക്ക് പോയി. അപ്പോ ലുസ്ത്രയിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചു. ഗർഭം മുതൽ മുടന്തനായിരുന്നൊരു മനുഷ്യൻ സൗഖ്യമായി. വലിയൊരു അത്ഭുതം സംഭവിച്ചു. പക്ഷേ യഹൂദന്മാര് നേരത്തെ പോയ സിറ്റീസിൽ നിന്നും, ഇക്കോന്യയിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നും അവിടെ വന്ന്, പിസിദ്ധ്യൻ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ ഇവരെ പിന്തുടർന്ന് വന്ന് ജനത്തെ ഇളക്കി പൗലോസിനെ കല്ലെറിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ അവനെ വലിച്ചിഴച്ച്, അല്ലേ, അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എങ്ങനായിരിക്കും ഒരു ചത്ത ശവത്തെ വലിക്കുന്നത്? കല്ലെറിഞ്ഞ് കാലെ പിടിച്ചായിരിക്കും വലിക്കുന്നത്. അപ്പോ ഒരുപക്ഷെ ചില വേദപണ്ഡിതന്മാർ പറയുന്ന പൗലോസ് അവിടെ വെച്ച് കല്ലേറുകൊണ്ട് മരിച്ചെന്ന്, പിന്നെ ജീവങ്കലേക്ക് മടങ്ങി. ശിഷ്യന്മാർ അവനെ ചുറ്റും കൂടി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പിന്നെ പട്ടണത്തിലേക്ക് പോയെന്നാണ്. അപ്പോ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ കല്ലെറ് കൊണ്ട് മരിച്ച സംഭവം ആയിരിക്കാമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഇനി തെളിവൊന്നുമില്ല. എന്തായാലും ഒരു മനുഷ്യൻ കല്ലേറ് കൊണ്ട് മരിക്കുന്നു, അല്ലെങ്കിൽ മരിച്ച പോലെ ആയി, ആ ഒരു സാഹചര്യം അതെവിടെ വെച്ചാ സംഭവിച്ചേ? ലുസ്ത്രയിൽ വെച്ച്. ലുസ്ത്രക്കാരനായിരുന്നു ആര്? തീമത്യോസിന്റെ സ്വന്തം നാട്. അപ്പോ പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പൗലോസ് മരിച്ചെന്നും പറഞ്ഞ് ഇവർ ഈ ശവം വലിച്ച് വെളി കൊണ്ടിട്ടപ്പോ അതിന് ചുറ്റും നിന്ന വ്യക്തിയിൽ ഒരാളായിരുന്നു തീമത്യോസ്. അതുകൊണ്ടാണ് പൗലോസ് 2 തീമത്യോസ് 3:12 പറയുന്നത്, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും ഞാൻ എന്തെല്ലാം സഹിച്ചെന്ന് നീ നേരിട്ട്. 3:12 അതിനുശേഷം വായിച്ചത് നമുക്കറിയാം. എന്റെ വിശ്വാസവും ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, 11-ാമത്തെ വാക്യം എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും നീ കണ്ടറിഞ്ഞിരിക്കുന്നു. നീ ഒന്ന് പറഞ്ഞാണല്ലോ വാക്യം തുടങ്ങുന്നത്, നീ കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പോ പൗലോസിന്റെ ഈ കഷ്ടത ശരിക്കും കണ്ടറിഞ്ഞ വ്യക്തിയായിരുന്നു ആര്? തീമത്യോസ്. അതുകൊണ്ട് പൗലോസ് ഇപ്പം പറയുക, നീയും ക്രിസ്തുയേശുവിന്റെ നല്ല പഠനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ഇവിടെ വീണ്ടും അവസാനത്തെ ലേഖനത്തിന്റെ അവസാനത്തെ വരികളിൽ ഒരു സുവിശേഷകന്റെ പ്രവൃത്തി നിറപടിയായി നിവർത്തിക്കുക എന്ന് പറയുമ്പോഴും കഷ്ടം സഹിക്കുക എന്നുള്ളത് ആവർത്തിക്കുക. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന്, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു സുവിശേഷകന് എപ്പോഴും അവന് കഷ്ടതയുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് തന്നെയാണ് പൗലോസ് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം നോക്കിയാൽ, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 3-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് 2 കൊരിന്ത്യർ 6:3 തൊട്ട്, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി. അപ്പോ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണമെങ്കിൽ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരരുത്. ആക്ഷേപം വരാതിരിക്കാൻ ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകരായി കാണിക്കുന്നു. പിന്നെ പറയുന്നു, ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം,
അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും. ദയാ, പരിശുദ്ധാത്മാവ്, ദൈവശക്തി എന്നൊക്കെ പറയുന്നതിന്റെ കൂടെ തന്നെയാണ് എന്തോടെ പറഞ്ഞിരിക്കുന്നത്? കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, അതിന്റെ കൂടെ നിർമ്മലതയും പരിജ്ഞാനവും എല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശുശ്രൂഷയുടെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്താ? അത്യാവശ്യമായ കാര്യങ്ങൾ പെട്ടതാണ് കഷ്ടവും സഹിഷ്ണുതയും തല്ലും തടവും എല്ലാം. അതോടൊപ്പം നിർമ്മലതയും പരിജ്ഞാനവും ദീർഘക്ഷമയും പരിശുദ്ധാത്മാവും. എന്നിട്ട് പറയുന്നു ദൈവശക്തി എന്നിവയിൽ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചു. ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. ദുഃഖിതരാണ് എങ്കിലും പലരെയും സന്തോഷിപ്പിക്കുന്നു, ഒന്നുമില്ലാത്തവരാണ് എങ്കിലും എല്ലാം കൈവശമുള്ളവരാണ്. അപ്പൊ ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാക്യങ്ങളിലൊക്കെ അടിസ്ഥാനം നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലന് അവിടെ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തില് പലവട്ടം പട്ടിണി, കഷ്ടത, അല്ലേ, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത് എല്ലാം പറയുന്നുണ്ട്. അപ്പോ നിറപടിയായി ശുശ്രൂഷ നിവർത്തിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? വളരെ കഷ്ടം സഹിക്കുന്നു. ഒരു പടയാളിയായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ കഷ്ടതകളെല്ലാം തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുക. ഒരു നല്ല ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ ഈ പറയുന്ന കഷ്ടതയിലെല്ലാം നിന്റെ തല താണു പോകരുത്. കീപ് യുവർ ഹെഡ് സ്ട്രെയിറ്റ്. നിന്റെ നിർമ്മതൻ ആയിരിക്കുക. കീപ് യുവർ ഹെഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്, എൻഡ്യൂർ ഹാർഡ്ഷിപ്പ്. എന്നിട്ട് പറയുന്നു, ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ്. ആത്മാക്കളെ നേടുന്ന ഒരു ശുശ്രൂഷയിൽ അത് പുൾപിറ്റ് മിനിസ്ട്രിയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. പലപ്പോഴും നാം സുവിശേഷം എന്റെ വേല എന്ന് പറയുന്നത് ഒരു കൂട്ടത്തിലോ ഒരു ആരാധനയിലോ പ്രസംഗിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. എന്നാൽ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല. ആത്മാക്കളെ കുറിച്ചൊരു ഭാരമുണ്ടെങ്കിൽ ചന്തസ്ഥലങ്ങൾ എന്നാണ്, അല്ലെ, ചന്തസ്ഥലത്ത് സുവിശേഷം അറിയിച്ച പൗലോസിനെ നാം കാണുന്നത്. ചന്തസ്ഥലം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് മാർക്കറ്റ് പ്ലേസസ് എന്നാണ്. ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാരും ചന്തയിൽ പോയി സുവിശേഷം അറിയിക്കണമെന്നല്ല. എന്റെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന, ഞാൻ പ്രവർത്തിക്കുന്ന ഇടമാണ് എന്റെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഞാനൊരു അധ്യാപികയായി ജോലി ചെയ്യുന്നെങ്കിൽ, അധ്യാപകനായി ജോലി ചെയ്യുന്നെങ്കിൽ എന്റെ സ്കൂളും കുട്ടികളും എന്റെ മാർക്കറ്റ് പ്ലേസാണ്. ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ എന്നോട് ഇടപെടുന്ന, എന്റെ അടുക്കൽ ഇടപാടിനായി വരുന്ന എല്ലാവരും എന്റെ മാർക്കറ്റ് പ്ലേസിൽ. അപ്പൊ ചന്തസ്ഥലത്ത് അറിയിച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏത് വ്യാപാരത്തിൽ ഇടപെടുന്നോ ആ വ്യാപാര സ്ഥലങ്ങളെല്ലാം, അതാണ് മാർക്കറ്റ് പ്ലേസസ് എന്ന് പറയുന്നത്. ഇന്ന് ക്രിസ്ത്യൻ ഇവാഞ്ചലിസത്തിൽ അങ്ങനെ ഒരു ടെർമിനോളജി തന്നെയാണ്. അപ്പോ നാം ആയിരിക്കുന്ന സ്ഥലത്ത് ആത്മാക്കളെ കുറിച്ചൊരു ഭാരത്തോടെ പ്രവർത്തിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അവൻ ചിലരെ സുവിശേഷകരായും ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും എല്ലാം നിയമിച്ചു. എന്തിനാ? ദൈവത്തിന്റെ സഭയുടെ പണിക്കായിട്ട് എന്ന് നാം വായിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം പേർ സമൂഹമായി വിനാശഗർത്തം പൂകിടുവാനായി വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ പോകുക നാം പോർവീരരായി രക്ഷകൻ യേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടഹവുമായി ഉണർവോടെ മുൻപോട്ട് പോവുക. വിധിയുടെ വിശാല താഴ്വര, ഒരു പ്രവചന പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. വിധിയുടെ വിശാല താഴ്വരയിൽ നമ്മളൊരു ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ബോംബെയിലോ മദ്രാസിലോ ഡൽഹിയിലോ ഒക്കെ ചെന്ന് ഒരു മെട്രോ സ്റ്റേഷനിലോ ഒരു ലോക്കൽ ട്രെയിൻ സ്റ്റേഷനിലോ അവിടുത്തെ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ മേളിൽ കയറി നിന്ന് നോക്കണം.
എത്രയോ ലക്ഷങ്ങളാണ് ഒഴുകുന്നത് അല്ലേ? ആ ലക്ഷങ്ങളിൽ എത്ര പേര് കർത്താവിനെ അറിയുന്നവരുണ്ട്? ആളുകൾ ഇങ്ങനെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിത മാർഗത്തിന് വേണ്ടി ഓടിക്കൊണ്ട് ഇരിക്കുക. എല്ലാവരും ഒരു ദിവസം അവര് അതിനെയാണ് ഒരു പക്ഷേ പറയുന്ന വിധിയുടെ വിശാല താഴ്വര എന്ന് പറയും. അനേക ആയിരങ്ങള് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കുറിച്ചൊരു ഭാരമുള്ള സുവിശേഷകനായി നീ പ്രവർത്തിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ പ്രധാന കൽപ്പന എന്ന് പറയുന്നത് നീ ഒരു ശുശ്രൂഷകന്റെ വേല നിറപടിയായി സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഡിസ്ചാർജ് ഓൾ ദ ഡ്യൂട്ടീസ് ഓഫ് an evangelist, ഓഫ് എ മിഷണറി, ഓഫ് എ ക്രിസ്ത്യൻ മിനിസ്റ്റർ. എല്ലാ ചുമതലയും നിർവഹിക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് ആറാമത്തെ വാക്യം എന്താ പറയുന്നത്? ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടും. എന്താ ഈ പാനീയാഗം എന്ന് പറയുന്നത്? പാനീയാഗം പഴയ നിയമം നോക്കിയാൽ നമുക്കറിയാം. യാഗം കഴിക്കുന്ന യാഗപീഠത്തിലോട്ട് വീഞ്ഞ് ഇങ്ങനെ പോർ ചെയ്യും, ഒഴിക്കും, പകരുമ്പോ ആ യാഗപീഠത്തിന് ചുറ്റും അത് ആ വീഞ്ഞ് ഇങ്ങനെ കിടക്കും. അതിനെയാണ് പാനീയാഗം എന്ന് പറയുന്നത്. ഭോജനയാഗം ഉണ്ട്, പാനീയാഗം ഉണ്ട്. ആ പാനീയാഗം പോലെ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട നാള് മുതൽ ഇന്നയോളം എന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഒരു യാഗമായിട്ട് സമർപ്പിച്ചു. പോറി എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നിന്ന് ഒഴിക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥം ആ പാത്രം കമത്തിയാൽ പിന്നെ അതിന്റെ തൊട്ടും ബാക്കി. എന്റെ ജീവിതം കർത്താവിനായിട്ട് ഞാൻ സമർപ്പിച്ചപ്പം ഞാൻ ഒരിക്കലും ഒട്ടും ബാക്കി വെക്കാതെ എന്റെ ജീവിതത്തെ എനിക്കായിട്ട് പിടിച്ചു വെക്കാതെ ഞാൻ ദൈവസന്നിധിയിൽ അവന്റെ യാഗപീഠത്തിൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നീറോ കൈസർ തന്നെ കൊല്ലുമെന്ന് താൻ പറയുകയല്ല. എന്റെ രക്ഷകനെ പോലെ, ഞാൻ കൊന്ന സ്തെഫാനോസിനെ പോലെ ഞാനും എന്റെ ജീവിതത്തെ ഈ യാഗപീഠത്തിൽ ഒഴിക്കുകയാണ്, സമർപ്പിക്കുകയാണെന്ന് പറയും. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ പോർ ഔട്ട് for I am already being poured out like a drink offering and the time for my departure is near. എന്റെ ഡിപ്പാർച്ചറിന് അല്ലെ, ഞാൻ പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നെന്ന് ഇവിടെ പറയും. ഡിപ്പാർച്ചർ എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് പദത്തിന് രണ്ടർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഒരു കപ്പല് നങ്കൂരമെടുത്ത് വീണ്ടും അത് യാത്ര ആരംഭിക്കുന്നതിനോട്, അല്ലെങ്കിൽ ഒരു കൂടാരം വീണ്ടും പൊളിച്ച് ടേക്കിംഗ് ഡൗൺ ദ ടെന്റ്, വീണ്ടും പൊളിച്ചടുക്കുന്നതിനോട് ആണ് ഉപമിച്ചിരിക്കുന്നത്. പൗലോസ് തന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഒരു ഖേദവുമില്ലാതെ ഞാൻ വിട പറയുന്നു. എന്റെ ജീവിതം കർത്താവിനായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. പൗലോസ് ഈ വാക്കുകളിൽ തന്റെ ശുശ്രൂഷയും ജീവിതവും വിവരിക്കുന്ന വാക്കുകളാണ് പിന്നീട് പറയുന്നത്. ഇപ്പോൾ തന്നെ പാനീയാഗമായി, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. പിന്നെ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്താ ഈ നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞാൽ? ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. പൗലോസ് പറയുക, ഞാൻ നല്ല പോർ പൊരുതു. ഒരു പക്ഷേ എന്താ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ലിസ്റ്റ് ഓഫ് സഫറിങ്സ് പറയുന്നുണ്ട് അല്ലേ? 2 കൊരിന്ത്യർ 11-ന്റെ 23 മുതൽ, മുമ്പേ നമ്മള് ഒന്ന് ചിന്തിച്ചാണ്, 11-ന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അധികം പ്രാവശ്യം തടവിലായി, അതിന്റെ പകുതി തൊട്ട് ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര അടിയാ? 39 × 5 195 അടി കൊണ്ടു. യഹൂദന്മാരുടെ അടി 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. അപ്പോ ഈ മറ്റേത് ചാട്ടയ്ക്ക് അടിക്കുന്ന അല്ലേ, ഫ്ലോഗ് ചെയ്യുന്നതിനെ, ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതിനെയാണ് ഒന്ന് കുറെ 40 അടി 5 വട്ടം കൊണ്ടെന്ന് പറയുന്നത്. മറ്റേ കോലിനാൽ അടി കൊണ്ട്, അതൊരു പക്ഷെ റോമൻ ബീറ്റിങ്സ് ആയിരിക്കും, റോമാക്കാരുടെ അടിയായിരിക്കും. അവർക്ക് എണ്ണം തയ്ക്കണമെന്നില്ല. യഹൂദന്മാർക്കാണെങ്കിൽ 40 അടിയെ അടിക്കാൻ പറ്റത്തുള്ളൂ ഒരു തവണ.
അത് തന്നെ എണ്ണം തെറ്റാതിരിക്കാം 39 ആകുമ്പോഴേ അവർ നിർത്തും. അതാ ഒന്ന് കുറെ 40 അടി എന്ന് പറയുന്നത്. റോമാക്കാർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാം ഫിലിപ്പയിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് അടി കൊണ്ടപ്പോ എന്താ പറയുന്നത്? ഹി വാസ് സിവിയർലി ബീറ്റൺ എന്ന് പറഞ്ഞു, സിവിയർലി ഫ്ലോഗ്ഡ്. വളരെ അടുപ്പിച്ച ശേഷം അവനെ തടവിലാക്കി, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം നോക്കിയാൽ നമുക്കറിയാം. വളരെ അടുപ്പിച്ച ശേഷം ഇപ്പൊ സിവിയർലി ബീറ്റൺ, വളരെ കണ്ടമാനം അടിച്ചു രണ്ടുപേരെ, അല്ലെ? പൗലോസിനെ ശീലാസിനെ വളരെ അടിച്ചു, ദേഹം എല്ലാം പൊട്ടിക്കഴിഞ്ഞു. പിന്നെ എന്നാ എടുക്കുന്നത്? കാലാമത്തിലിട്ട് പൂട്ടി, കൈകൾ ബന്ധിച്ചു, അകത്തെ തടവിലാക്കി. അപ്പോ ഈ അടി കൊണ്ട് പൊട്ടിയ മുറിവിൽ ഒരു ഈച്ചയോ കൊതുകോ വന്നിരുന്നാ പോലും കൈയെടുത്തൊന്ന് തുടയ്ക്കാനോ ഓടിക്കാനോ കഴിയാത്ത വിധം. അന്നേരം അവരെന്താ ചെയ്തത്? ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോ അവിടെയും പൗലോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാനൊരു റോമാ പൗരനാണ്, നിങ്ങൾ വിചാരണ ചെയ്യാതെ എന്നെ. ഒരുപക്ഷെ അങ്ങനെ പറയാൻ സമയം കിട്ടിക്കാണത്തില്ല. കാര്യം പെട്ടെന്ന് ഈ വെളിച്ചപ്പാടത്തി സ്ത്രീയുടെ ഭൂതത്തെ ഇറക്കി വിട്ടത് കൊണ്ടാണ് അവരാണ് ഈ കലഹം ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് എല്ലാവരും കൂടെ വന്ന് പിടിച്ച് വസ്ത്രം പറിച്ചുരിഞ്ഞ് അങ്ങ് അടിക്കുകയായിരുന്നു. അതുകൊണ്ട് പറയാൻ സമയം കിട്ടി കാണത്തില്ല. പക്ഷേ അതിലും ദൈവം ഒരു അത്ഭുതം ചെയ്തു. എന്താ ചെയ്തേ? അവിടെ അവര് പാടുമ്പോൾ ഒരുപക്ഷെ ഈ അടിക്കാൻ ചുമതലപ്പെട്ട ഒരാളായിരിക്കാം ഈ കാരാഗ്രഹ പ്രമാണി, അല്ലേ? ജയിലർ മാത്രമല്ല, ഒന്നുകിൽ അടിക്ക് നേതൃത്വം കൊടുത്തു, അല്ലെങ്കിൽ അടിയുടെ ഒരു ചുമതലക്കാരനായിട്ട് നിന്നു. അപ്പൊ ഒരു ആൾക്കൂട്ട വിചാരണ പോലെ അവിടെ നടന്ന് അതിന്റെ കൂട്ടത്തിൽ അവിടുത്തെ പോലീസോ പട്ടാളമോ അടിച്ചും കാണും. അടിച്ച് അകത്താക്കി. അപ്പോഴാണ് അവിടെ ഈ ഭൂകമ്പം ഉണ്ടാകും. ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി ഓടി വരുന്നു. എല്ലാരും ഓടിപ്പോയി കളഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ പറയുന്നു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങളെല്ലാം ഇവിടെയാണ്. അന്നേരം വെളിച്ചം ചോദിച്ചുകൊണ്ട് അവൻ കാരാഗ്രഹത്തിനകത്തേക്ക് വന്നേച്ച് പൗലോസിനെയും ശീലാസിനെയുമാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇഷ്ടം പോലെ തടവുകാർ അവിടെ കാണും. എന്തുകൊണ്ടാണ് പൗലോസിനെയും ശീലാസിനെയും മാത്രം കൊണ്ടുപോയത്? എന്നിട്ട് അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസിന്റെ ആ ഒറ്റ വാക്കായിരിക്കാം അവനെ രക്ഷയുടെ മുഖാന്തരത്തിലേക്ക് നയിച്ചത്. കാരണം തലേദിവസം ഇത്രയും അടി കാരണം കൂടാതെ അടിച്ചകത്താക്കി കാലാമത്തിലിട്ട് പൂട്ടി കൈകളും ബന്ധിച്ചു കഴിഞ്ഞ് ആ വ്യക്തികൾക്ക് അവർക്ക് ഓടിപ്പോകുവാൻ സർവ്വ സാഹചര്യം ഉണ്ടായിട്ടും സഹതടവുകാരെ ഇളക്കി ഓടിക്കുവാൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്യാതെ തന്നെത്താൻ കൊല്ലുവാൻ ഭാവിക്കുന്ന കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നു, നിനക്കൊരു ദോഷവും ചെയ്യരുത്. ആ വാക്കായിരിക്കാം കാരാഗ്രഹ പ്രമാണിയെ വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും നയിച്ചതെന്നാണ് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അങ്ങനെ കഷ്ടം സഹിച്ചൊരു വ്യക്തി, ആ വ്യക്തിയാ പറയുന്നേ, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ ആ പൗലോസിന്റെയും ശിലാസിന്റെയും രക്തം വീണത് കാരാഗ്രഹ പ്രമാണിയുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു. ആ കാരാഗ്രഹ പ്രമാണി മുഴുവൻ കുടുംബവും രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഫിലിപ്പെ ലേഖനം എഴുതുമ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം, ഫിലിപ്പെ ലേഖനം 2-ാം അധ്യായത്തില് പൗലോസ് ഒരു വാക്ക് പറയുന്നു. ഒരുപക്ഷെ ആ കാരാഗ്രഹ പ്രമാണി ഇപ്പം ഫിലിപ്പെ സഭയിലെ ഒരു പ്രധാനിയായിരുന്നിരിക്കാം. അവിടെ പറയുന്നു, ഫിലിപ്പെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും സന്തോഷിക്കും. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒരു പാനീയാഗമായി ഒഴിക്കേണ്ടി വന്നാലും ഞാന് സന്തോഷിക്കും. ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ അവരുടെ രക്തം പാനീയാഗമായി ഒഴിക്കപ്പെട്ടത് കൊണ്ട് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും വിശ്വാസത്തിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു. അവരാ സഭയുടെ പ്രധാനികളായി തീർന്നു എന്ന കാര്യം ആ ഫിലിപ്പെ സഭയ്ക്കാണ് ഇപ്പൊ എഴുതുന്നത്. നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാന് സന്തോഷിക്കും. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുമ്പം, ഇവിടെ തീമോഥെയോസിനോട് പറയുമ്പം, ഇതിന്റെ ഫുൾ എക്സ്റ്റെന്റ് ഓഫ് ദ മീനിങ്, അതിന്റെ ഫുൾ എക്സ്റ്റെന്റിൽ ആർക്കറിയാം? തീമോഥെയോസിന് അറിയാം.
ഈ രക്തം ഒഴിക്കാൻ ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. അതിനു മുമ്പാ പറയുന്നത്, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നല്ല പോർ പൊരുതു എന്ന് പറയുന്നത്? എന്തിനെ കുറിച്ചായിരിക്കും? പൗലോസ് ഈ കഷ്ടമല്ല അനുഭവിച്ചതിനെ കുറിച്ച്, എന്നിട്ടും വീഴാതെ തളരാതെ നിന്നതിനെ കുറിച്ച് മാത്രമാണോ? തീർച്ചയായിട്ടും അതുണ്ട്. ഞാൻ മുമ്പ് നമ്മൾ വായിച്ച പോലെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പലവട്ടം പട്ടിണി, ഉറക്കളപ്പ്, നഗ്നത, ശീതം, പട്ടിണി, അല്ലേ, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വന്തം സഹോദരന്മാരാലുള്ള ആപത്ത്, ഒത്തിരി ലിസ്റ്റുണ്ട്. അത് ആ സമയത്തൊന്നും തളരാതെ വിശ്വാസത്തിൽ പിന്നോക്കം പോകാതെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ? അല്ല, അതല്ലെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. കാരണം ഓരോ വിശ്വാസിക്കും നേരിടേണ്ടി വരുന്ന 3 ശത്രുക്കളും ഏതൊക്കെയാ? ലോകം, ജഡം, പിശാച്. ഈ ലോകത്തിന്റെ ശത്രുതയോട് പോരാടി നിന്നു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ജഡത്തോടും പോരാടി. പൗലോസ് അപ്പോസ്തലൻ ആയതുകൊണ്ട് ഇവിടെ അതിന്റെ അർത്ഥം റോമാലേഖനം 7-ാം അധ്യായത്തില് എടുത്തു നോക്കിയാൽ നമുക്കറിയാം. പൗലോസ് ഒരുപക്ഷെ സ്വന്തം അനുഭവം തന്നെ പറയുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം പൗലോസ് എന്തെങ്കിലും വലിയ കൊടുംപാപം ചെയ്തു എന്നല്ല പറയുന്നത്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാനോ ജഡമായൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്ന ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ. പിന്നെ പറയുന്നു, നന്മ ചെയ്യുവാനുള്ള താല്പര്യമുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്ന. 19-ാമത്തെ വാക്യം. ഇനിയും 23-ാമത്തെ വാക്യം, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആറ് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആറ് വിടുവിക്കും? അപ്പോ എല്ലാ വിശ്വാസികൾക്കും ഒരു പാപ പ്രമാണം അവരുടെ ശരീരത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിൻഫുൾ നേച്ചർ. ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പാപത്തോടൊരു പോരാട്ടം എല്ലാ വിശ്വാസികൾക്കും. പൗലോസ് പറയുക, ഞാനോ ജഡമായൻ, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നന്മ പ്രവർത്തിക്കുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൗലോസ് എന്തെങ്കിലും കൊടും പാപം ചെയ്തു എന്നല്ല. പക്ഷെ ഈ ചിന്തകൾ എല്ലാ ഹൃദയങ്ങളിലും കടന്നു വരും. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഉദാഹരണം പില്ലിഗ്രാം ഒരു പ്രസംഗത്തില് പറഞ്ഞു, തലയുടെ മേളിൽ കൂടെ ഒരു കാക്കയോ കിളിയോ പറന്നു പോകുന്നതിനെ തടയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ആ കാക്കയോ കിളിയോ നമ്മുടെ തലയെ കൂട് വെക്കുന്നതിനെ തടയാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ജഡത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും ഒരു ഈ ജഡ സ്വഭാവം നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങി വരും. ജഡത്തിന്റെ ചിന്തകൾ ഉണ്ടാകും. അതിനോടൊരു പോരാട്ടം. ആ പോരാട്ടത്തെ കുറിച്ചാണ് ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറയുന്നു. ലോകം തന്നെ തകർക്കുവാൻ, തന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ പലവിധമായ അക്രമങ്ങളും കഷ്ടതകളും ഒക്കെ വന്നിട്ടും അതിലൊക്കെ തളരാതെ നിന്നു. അതുപോലെ ജഡത്തോടുള്ള പോരാട്ടത്തിലും തനിക്ക് ഒടുവിൽ പറയാനായിട്ട് കഴിഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതു. പിന്നെ വേലയിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശുശ്രൂഷയിൽ നേരിടേണ്ടി വന്ന കഷ്ടങ്ങളും കല്ലേറും അക്രമങ്ങളും നിന്ദയും പരിഹാസവും ഒന്നും തളർത്തിയിട്ടില്ല. ശുശ്രൂഷ വിട്ടുപോകാൻ ഇട വന്നിട്ടില്ല. എന്നാൽ എല്ലാ വിശ്വാസികൾക്കും നേരിടുന്ന പോരാട്ടം ലോകം, ജഡം, പിശാച്, ഇതിനോട് മൂന്നിനോടും പടവെട്ടി ഒടുവിൽ തന്റെ ജീവിതാവസാനത്തിൽ തനിക്ക് ധൈര്യപൂർവ്വം പറയുവാനായിട്ട് കഴിഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതു. എന്റെ ജഡത്തിൽ വന്ന ചിന്തകളെയും അതിനോടും പോർ പൊരുതി ജയിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു. മാത്രമല്ല പൗലോസ് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4 മുതലുള്ള വാക്യം വായിച്ചാൽ, ഒന്ന് തെസ്സലോനിക്കർ 2:4 മുതലുള്ള വാക്യങ്ങള് ദൈവത്തിന് കൊള്ളാവുന്നവരായിരിക്കും, മനുഷ്യരെ അല്ല, ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചു.
ആ ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പിന്നെ പറയുന്നു, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. പിന്നെ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരുപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ, മാനം അന്വേഷിച്ചില്ല. പിന്നെ 8ാമത്തെ വാക്യം, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്കും പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. എന്നിട്ട് 9ാമത്തെ വാക്യം, സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുമെന്നല്ലോ. നിങ്ങൾ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. 10ാമത്തെ വാക്യം, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. എത്ര നീതിയായും പവിത്രമായും അനിന്യമായും ആരും നിന്ദിക്കാൻ ഇടയില്ലാത്ത വിധം നിങ്ങളുടെ ഇടയിൽ ആർക്കും ഭാരമായി തീരാതെ ഞങ്ങളുടെ കൈകൊണ്ട് അധ്വാനിച്ച് ഞങ്ങൾ വേല ചെയ്യും. അപ്പോ മിനിസ്ട്രിയുടെ എല്ലാ തലങ്ങളിലും നല്ലപോലെ പൊരുതു എന്ന് പറയുമ്പം ലോകത്തിൽ സുവിശേഷ വിരോധികളാൽ നേരിട്ട എല്ലാ കഷ്ടങ്ങളുടെയും ഭാരങ്ങളുടെയും എല്ലാ അക്രമങ്ങളുടെയും കല്ലേറുകൊണ്ടു മരിക്കത്തക്ക വിധമായി, അല്ലേ, പുറത്തുനിന്ന് ഓടിച്ചു വിട്ടു, അടിച്ച് കാരാഗ്രഹത്തിലാക്കി, അതിലൊന്നും തളർന്നില്ല. എന്നാൽ ജഡത്തിന്റെ എല്ലാ ചിന്തകളിൽ നിന്നും പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത കർത്താവ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിധത്തിൽ പൗലോസ് പറയുന്നു, അല്ലേ. കർത്താവ് പറയുന്നു, നിങ്ങൾ ആർക്കെന്നെ എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ എന്ന് പറയുന്ന പോലെ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പറയാ, നിങ്ങളുടെ ഇടയിൽ ആർക്കും ഭാരമായി തീരാതെ ഞങ്ങൾ പ്രവർത്തിച്ചു. ദൈവം അതിന് സാക്ഷി. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രമായും, അല്ലേ, അനിന്യമായും ഞാൻ നിങ്ങളുടെ ഇടയിൽ നടന്നു. ഇനിയും 2 തെസ്സലോനിക്കറിലും ഇത് തന്നെ കാണുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും ഇത് തന്നെ കാണുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 3:6 തൊട്ട് വായിക്കേണ്ട, 7 തൊട്ട് വായിക്കാം. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്ര. അപ്പോ താൻ സുവിശേഷം അറിയിച്ചെടുത്ത് താൻ ശുശ്രൂഷിച്ച സഭകളിൽ അവരുടെ മുമ്പാകെ ധൈര്യത്തോട് പറയുവാനായിട്ട് കഴിഞ്ഞു, നിങ്ങളുടെ ഇടയിൽ അനിന്യമായും പവിത്രമായും ഞാൻ നടന്നു. ജഡത്തെ സംബന്ധിച്ചും ഒടുവിൽ തനിക്ക് പറയാനായിട്ട് കഴിഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതു. അവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ഓട്ടം തികച്ചു. ഓട്ടം തികച്ചു എന്നുള്ളതിന്റെ അകത്തും അതേ കാര്യം തന്നെ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ തുടങ്ങി എന്നുള്ളതിനേക്കാൾ എങ്ങനെ അവസാനിപ്പിച്ചെന്നുള്ളതിനാണ്. സാധാരണ നമ്മൾ പറയും വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, നന്നായിട്ട് തുടങ്ങിയാൽ പകുതി പൂർത്തിയായെന്ന്. പക്ഷെങ്കിൽ ഹൗ ഡു വി ഫിനിഷ് അവർ റേസ്, നമ്മുടെ ഓട്ടം നമ്മൾ എങ്ങനെയാണ് തികയ്ക്കുന്നത്? നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയും? ലോകം എന്ത് പറയും? കർത്താവ് എന്ത് പറയും? കർത്താവ് പറയുമോ, നീ നല്ലപോർ പൊരുതെന്ന്? പുറമെ ഒത്തിരി സഹിച്ചതായിരിക്കും, ഒത്തിരി വേല ചെയ്തായിരിക്കും, പക്ഷേ നീ ജഡത്തോടുള്ള പോരാട്ടത്തിൽ വിജയം വരിച്ചെന്ന് കർത്താവ് പറയുമോ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, 1 കൊരിന്ത്യർ 9:24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 9:24 തൊട്ട് 27 വരെ. ആ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നു ഉള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവനൊക്കെയും വർജനം ആചരിക്കും, സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്, കണ്ടോ ഇവിടെ പറയുന്നത് എന്തോ, എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യും.
അതാ ഞാൻ പറഞ്ഞ ജഡത്തോടുള്ള പോരാട്ടത്തിലും വിജയം വരിച്ചു. ഇംഗ്ലീഷിൽ ആ വാക്യം ഇങ്ങനെ, ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് ബ്രിങ് ഇറ്റ് ഇൻ ടു സബ്ജക്ഷൻ, അതർവൈസ് ലെസ്റ്റ് വെൻ ഐ ഹാവ് പ്രീച്ച് ടു അതേഴ്സ് ഐ മൈസെൽഫ് ഷുഡ് ബിക്കം ഡിസ്ക്വാളിഫൈഡ്. ഞാൻ തന്നെ ഈ ഓട്ടത്തിൽ, ഇവിടെ പറയുന്നു, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. പ്രാപിക്കാൻ തക്കവണ്ണം, യു ഷുഡ് നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ്. നിങ്ങൾ അയോഗ്യരായി തീരാതെ വണ്ണം ഓടുവീൻ. എന്നിട്ട് പറയുകയാണ്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചു, മുഷ്ടിയുദ്ധം ചെയ്തല്ലേ, ആകാശത്തെ കുത്തുന്ന പോലെ കൈയെടുത്ത് ആകാശത്തേക്ക് ഇടിച്ച് ഒക്കെ ആയിരിക്കും പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചേച്ച് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നാൽ ഞാൻ കിരീടം പ്രാപിക്കത്തില്ല. അതുകൊണ്ട് അയോഗ്യനായി തീരാതെ വണ്ണം ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്തു. ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് ബ്രിങ് ഇറ്റ് ഇൻ ടു സബ്ജക്ഷൻ എന്ന് പറഞ്ഞ, ഐ ബ്രിങ് മൈ ബോഡി ആസ് എ സ്ലേവ്. എന്റെ ശരീരത്തെ ഞാന് അടിമയാക്കുന്നു. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിനോടുള്ള പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങളും ഇടിച്ചു കളഞ്ഞു. യേശു ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വിരോധമായി ശരീരത്തിൽ ഉണ്ടാകുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറയും ജഡമെന്ന് എപ്പോഴും പറയുമ്പം, ഈ ജഡം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ജഡം ആ സച്ച് ന്യൂട്രൽ അല്ല. ഈ ഫ്ലഷ് എന്ന് പറയുന്നത്, ഈ മാംസം എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ. അതുകൊണ്ട് എത്ര വലിയ കള്ളുകൂടിയനാന്നേലും മരിച്ചു കിടക്കുന്ന ശവത്തിന്റെ വായിലോട്ട് കള്ളൊഴിച്ചു കൊടുത്ത് അവൻ കുടിക്കൂ? ഇല്ല. അവന് ഇനി എത്ര മുന്തിയ മദ്യം കാണിച്ചാലും അവന്, കാര്യം ജഡം ന്യൂട്രല്ല. ജീവൻ ഈ ശരീരത്തിൽ ഉള്ളപ്പം മാത്രമേ ഇതിന് പാപത്തിലേക്കുള്ള ഒരു ക്രൈവിങ് ഉള്ളൂ, ഒരു എന്താ, പാപത്തിലേക്കുള്ള ഒരു ലോങ്ങിങ്, പാപത്തിലേക്കുള്ള ഒരു വാഞ്ചയുള്ളൂ. അതെല്ലാ ശരീരത്തിലും ഉണ്ട്. കാരണം പാപത്തിൽ പിറന്നത് കൊണ്ട് അല്ലേ. പാപ ശരീരത്തിന് നീക്കം വരേണ്ടത് എന്നാ പൗലോസ് തന്നെ പറയുന്നു. പാപ ശരീരത്തിന് നീക്കം വരണം. ജഡത്താലുള്ള ബലഹീനത അതെല്ലാ ശരീരത്തിലും ഉണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ ഇത്രയൊക്കെ പ്രസംഗിച്ചു, എല്ലാരെയും ദൈവസന്നിധി കൊണ്ടുവന്നു, അവസാനം ഞാൻ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിക്കുക എന്നുള്ള വാക്ക മലയാളത്തിൽ. ഇംഗ്ലീഷിൽ പറയുന്നത് ഡിസിപ്ലിൻ ചെയ്യുന്നു. എന്റെ ശരീരത്തെ ശിക്ഷണം ചെയ്ത് അടിമയാക്കുക അത്ര ചെയ്യുന്നു. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രശ്നം, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട അനേക സുവിശേഷകരും പാപത്തിൽ വീണുപോയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസിനെ പോലെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവിതം അവസാനിക്കുമ്പം നമുക്ക് പറയാൻ പറ്റുമോ, ദൈവം ആ സാക്ഷി, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു. ഞാൻ ഓടിയിട്ട് അല്ലേ, പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. ഞാൻ ഓടിയിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരരുത്. അതുകൊണ്ട് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. ജഡം ഒരു ശത്രുവാണ്. ആ ഓട്ടം തികയ്ക്കുമ്പോ, അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവസാനം വരെയും ആ വിശ്വാസത്തിൽ, ആശ്രയത്തിൽ നിലനിൽപ്പാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്ന് പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാന വാക്കുകളിൽ പറയുക. എന്നിട്ട് പറയുകയാണ്, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മളിപ്പം വായിച്ചെടുത്ത് പറയുന്നു, അവർ വാടുന്ന കിരീടവും നാം വാടാത്ത കിരീടവും പ്രാപിക്കുന്നില്ലേ. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം എന്താ, 26, 27. അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടം. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 9-ന്റെ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത പോലെ അല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എത്ര ചെയ്യുന്നത്. ബാക്കിയുടെ അല്ല, അവർ വാടുന്ന കിരീടം നാമോ, ആ വാക്യം വായിച്ച, ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അങ്ങ് പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും
നാമോ വാടാത്തതും പ്രാപിക്കും. പ്രാപിപ്പാൻ തക്കണം. അപ്പൊ എന്താ പ്രാപിക്കുന്നത്? വാടാത്ത കിരീടം പ്രാപിക്കും. അതാണ് ഇവിടെ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആ വാടാത്ത കിരീടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ നല്ലവർക്ക് ഒരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ വാടാത്ത കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് എവർക്കും കൂടെ. അപ്പോ കർത്താവ് തരാൻ പോകുന്ന കിരീടം അല്ലേ, നല്ലവർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്തവർക്ക് കിട്ടുന്ന കിരീടം നീതിയുടെ കിരീടം അല്ലേ, നീതിയുടെ കിരീടം. അതിനെ കുറിച്ച് തന്നെ അപ്പൊ ഓട്ടം തികയ്ക്കുന്നവർക്ക് നീതിയുടെ കിരീടം ലഭിക്കുന്നു. 1 പത്രോസ് 5:4 വേറൊരു കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നമുക്കറിയാം. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അല്ലേ, 1 പത്രോസ് 5:4 അത് ശുശ്രൂഷയെ കുറിച്ചാ പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ കൂട്ടുമൂപ്പനായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അവിടെ തുടങ്ങുന്നത് അല്ലേ 1 പത്രോസ്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ അതിന്റെ മേളത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ എന്നുള്ളതിന്റെ തൊട്ട് മേളത്തെ വാക്യം. ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്ന് അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അത് അധ്യക്ഷത ചെയ്യുന്നവർക്ക്, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കിട്ടുന്ന കിരീടം എന്താ? തേജസ്സിന്റെ വാടാത്ത കിരീടം. അപ്പൊ പൗലോസ് ഇവിടെ പറയുന്നത്, നല്ലവർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ഒരു കിരീടമുണ്ട്, അത് തേജസ്സിന്റെ വാടാത്ത കിരീടം. ഇനി യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് 12-ാമത്തെ വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിച്ചതിന് ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. അപ്പൊ പരീക്ഷയിൽ ജയിക്കുന്നവർ, ഇപ്പൊ 3 കിരീടങ്ങളെ കുറിച്ച് നാം കണ്ടല്ലേ. പൗലോസ് പറയുന്നു ഇവിടെ നീതിയുടെ കിരീടം, പത്രോസ് പറയുന്നു തേജസ്സിന്റെ വാടാത്ത കിരീടം, യാക്കോബ് പറയുന്നു പരീക്ഷ സഹിക്കുന്നവൻ കൊള്ളാകുന്നതിനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. ഇനി വെളിപ്പാട് പുസ്തകം 2:10 എന്താ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 2:10, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം, ഇതിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക്, ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് സ്റ്റെഫാനോസ് എന്ന വാക്ക്. സ്റ്റെഫാനോസ്, ആ വാക്കിൽ നിന്ന് സ്റ്റീഫൻ അല്ലെങ്കിൽ സ്തേഫാനോസ് എന്ന വാക്ക് ഉണ്ടായത്. പൗലോസ് ഇവിടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ചില ദിവസങ്ങൾക്കപ്പുറം തന്റെ തല വെട്ടാൻ പോവാ. അന്നേരം പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ സമയത്ത് മനസ്സിൽ വരുന്നൊരു പേരെന്താ? സ്തേഫാനോസിന്റെ പേര്. സ്തേഫാനോസിന്റെ പേര് വരാൻ ഒരു കാരണം, സ്തേഫാനോസിന്റെ ജീവിതമാണ്, സ്തേഫാനോസിന്റെ മരണമാണ് സത്യത്തിൽ പൗലോസിന്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ച ആദ്യത്തെ സുവിശേഷത്തിന്റെ വെട്ടുകൊണ്ടത് അവിടെ. അതുകൊണ്ടാണ് തന്റെ സന്തോഷ സഹചാരിയായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 6:15. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. സ്തേഫാനോസിനെ ന്യായാധിപ സംഘം വിചാരണ ചെയ്യുമ്പോൾ ഒരുപക്ഷെ പൗലോസ് ന്യായാധിപ സംഘത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാന ചുമതലക്കാരനായിരിക്കും.
സ്തേഫാനോസിനെ വിചാരണ ചെയ്യുമ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ തിളങ്ങി എന്ന് ലൂക്കോസിനെ കൊണ്ട് എഴുതിപ്പിക്കണമെങ്കിൽ പൗലോസ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ആ വിഷയം ആർക്ക് മനസ്സിലായത്? ലൂക്കോസിന് മനസ്സിലായി. അപ്പോ ദൈവദൂതന്റെ മുഖം പോലെ അന്നേരമേ പൗലോസിന്റെ ഹൃദയത്തിൽ ആരംഭിച്ചതാണ്. എടാ, ഇവന്റെ മുഖം എങ്ങനെ ഇങ്ങനെ തിളങ്ങാൻ കാര്യം? പിന്നെ 7-ാം അധ്യായത്തിന്റെ 56 തൊട്ട് 60 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 56 തൊട്ട് 60 വരെയുള്ള വാക്യം വായിച്ചാൽ എന്തോ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുന്നു എന്ന് സ്തേഫാനോസ് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. ആ സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവെ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റെഫാനോസ് എന്ന വാക്ക് നീതിയുടെ കിരീടം. ഈ രാജമുടി എന്നുള്ളതിന് ഡയാഡം എന്നൊരു വാക്കാണ് മറ്റ് ഉപയോഗിക്കുന്നത്. രാജമുടി എന്നൊക്കെ പറയുന്ന അതിന് അല്ലെ ഡയാഡം എന്നുള്ള വാക്ക്. ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെഫാനോസ് എന്ന വാക്ക്. അപ്പൊ പൗലോസ് തന്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് പോവാ. അപ്പൊ തന്റെ മാനസാന്തരത്തിന് ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ദർശനം ഉണ്ടായി. എങ്കിലും സ്റ്റെഫാനോസിന്റെ ജീവിതം ശൗൽ എന്ന ബാല്യക്കാരനെന്നാ പറയുന്നത്. ഒരുപക്ഷെ 20 വയസ്സിന് താഴെയുള്ള ഒരു പയ്യനായിരിക്കാം അന്നേരം ശൗൽ എന്ന ബാല്യക്കാരൻ എന്നൊരു വാക്ക് അതുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം ഹൃദയത്തിൽ ഏറ്റ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്വാധീനം. അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ തിളങ്ങുന്നത്. അവൻ പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ആ കിരീടം പ്രാപിക്കാനായിട്ട് സ്തേഫാനോസ് അങ്ങോട്ട് പോകുന്ന കാഴ്ച പൗലോസിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിൽക്കും. താൻ തന്റെ ജീവിതം അവസാനിക്കുമ്പോൾ ചില ദിവസങ്ങൾക്കപ്പുറം നീറോ കൈസറിന്റെ വാളിന് താൻ ഇരയാകും. തീമത്തിയോസിനോട് പറയുകയാണ്, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കും. സ്തേഫാനോസിനും എനിക്കും മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. ഞാൻ എൻ്റെ ജീവിതം ഒട്ടും ബാക്കി വെച്ചില്ല. ഏകദേശം 62 63 വയസ്സുള്ളപ്പോൾ മരിച്ചു എന്നാണ് കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെട്ടത്. ഒരു 35 വർഷത്തെ അല്ലെങ്കിൽ 40 വർഷത്തിൽ താഴെ ശുശ്രൂഷയാണ് പൗലോസ് ചെയ്തത്. ആ 40 വർഷത്തെ ശുശ്രൂഷയിൽ ഞാൻ ഒട്ടും ബാക്കി വെച്ചില്ല. ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെട്ടു. അത് ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ നാം അത് ചിന്തിച്ചതാണ്. ഫിലിപ്പിയർക്ക് വീണ്ടും എഴുതുമെന്ന് പറയുന്നു, വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അതുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടെ പൗലോസ് തന്റെ ജീവിതം അവസാനിപ്പിക്കുക. നമുക്ക് അങ്ങനെ ഒന്ന് അവസാനിപ്പിക്കാൻ കഴിയും? എങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതം അവസാനിക്കുക? നമ്മൾ ഈ ലോകത്ത് ഇന്ന് വിട്ടുപിരിയുമ്പോൾ നാം എന്ത് പറഞ്ഞായിരിക്കും പിരിയും? ഞാൻ ജഡത്തോട് മല്ലിട്ടു, ഡിസ്ക്വാളിഫൈഡ് ആയില്ല, അയോഗ്യനായില്ല, ജഡത്തിൽ പോരാട്ടം എല്ലാവരെ പോലെയും ഞാൻ നേരിട്ടു, എന്നാൽ പവിത്രമായും അനന്യമായും ഞാൻ നിങ്ങളുടെ ഇടയിൽ നടന്നു. നിങ്ങൾ ആർക്ക് എന്റെ നേരെ വിരൽ ചൂണ്ടി എന്ന് പറയുവാനായിട്ട് കഴിയും? ദൈവം സാക്ഷി, നിങ്ങളും സാക്ഷി. ഞാൻ പവിത്രമായും അനന്യമായും നിങ്ങളുടെ ഇടയിൽ നടന്നു. ഞാൻ ആകാശത്തെ കുത്തുന്ന പോലെ മുഷ്ടിയുദ്ധം ചെയ്ത് പ്രസംഗിച്ചില്ല. പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി. എഫേസ്യരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പൊന്നോ വെള്ളിയോ പണമോ ഒന്നും ഞാൻ മോഹിച്ചില്ല. പ്രിയമുള്ള ഒരു ശുശ്രൂഷ അവസാനിക്കുമ്പോൾ, ഒരു ജീവിതം അവസാനിക്കുമ്പോൾ അങ്ങനെ പറയുവാൻ കഴിഞ്ഞെങ്കിൽ, നന്നായിട്ട് അവസാനിപ്പിക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ, വേദപുസ്തകം അനേകം ഉദാഹരണം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ, നന്നായിട്ട് ഞാൻ അവസാനിപ്പിച്ചെന്ന് പറയാൻ ആർക്ക് കഴിയും?
ദാവീദിനും പറ്റത്തില്ല, ശലോമോനും പറ്റത്തില്ല, വലിയ പുള്ളികൾക്ക് ആർക്കും കഴിഞ്ഞില്ല. പക്ഷെ പൗലോസിന് പറയുവാനായിട്ട് കഴിഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ജഡത്തോട്, ലോകത്തോട്, പിശാചിനോട് പോരാടി വിജയം വരിച്ചു. ഞാൻ എന്റെ ഓട്ടം തികച്ചു, നീ നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് ഞാൻ പോകും. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവെ, എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ എത്രയെന്ന് ഞാൻ അറിയുന്നില്ല. എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ പൗലോസിനെ പോലെ ഒരു നല്ല വിടവാങ്ങൽ സന്ദേശം പറഞ്ഞു ധൈര്യപൂർവ്വം കർത്താവിന്റെ സന്നിധിയിലേക്ക് കയറി വരുവാൻ എനിക്ക് സാധിക്കുമോ? എനിക്കത് കഴിയുമോ? അങ്ങനെ ജഡത്തോടും ലോകത്തോടും പിശാചിനോടും പോരാടി വിശ്വാസം കാത്ത് ഓട്ടം തികപ്പാൻ എനിക്ക് കഴിയുമോ? കർത്താവെ, അതിനെന്നെ സഹായിക്കണമേ, അതിനെന്നെ യോഗ്യനാക്കണമേ. അതിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു സമർപ്പണ ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ തരിയൻ സി മാത്യു.